ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വചനം വായിച്ചു നോക്കാം. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇത് മത്തായിയുടെ സുവിശേഷമാണ്. വചനം വരെ നമുക്ക് ശ്രദ്ധിക്കാം. അനുദിന പ്രാർത്ഥനകളിലും വിശുദ്ധ ബലികളിലും എല്ലാം അനുതാപത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് വ്യക്തമായ അവബോധം, അത് ഉളവാക്കുന്ന ദുഃഖം അഥവാ പശ്ചാത്താപം, പാപങ്ങൾ ഏറ്റുപറയാനോ പ്രായശ്ചിത്തം അനുഷ്ഠിക്കാനുമുള്ള സന്നദ്ധത, ഇതൊക്കെയാണ് അനുതാപം എന്നതുകൊണ്ട് പൊതുവെ അർത്ഥമാക്കുന്നത്. എന്നാൽ ഇത് മാത്രം പോരാ, ഇവയേക്കാൾ എല്ലാം പ്രധാനമാണ് മാനസാന്തരം. പുതിയൊരു മനസ്സ്, പുതിയൊരു മനോഭാവം ഉണ്ടാകണം. പാപബോധവും പശ്ചാത്താപവും പരിഹാര പ്രവൃത്തികളും എല്ലാം യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ അടയാളങ്ങളായിരിക്കണം. തെറ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ തിരുത്താനായിട്ട് തയ്യാറാകുക. യഥാർത്ഥ മാനസാന്തരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ.